ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തോടെ അവർ നമ്മുടെ MP ആയി ഫുൾ. അപ്പോൾ ഞാനിതിൽ ഈ ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം, ഞാൻ നാഷണൽ അല്ലെങ്കിൽ ന്യൂസുകളിൽ നോക്കുമ്പോൾ മുസ്ലിം MP ഫ്രം വയനാട്. അപ്പോൾ ഞാനിതെന്താ പെട്ടെന്ന് മുസ്ലിം MP ഫ്രം വയനാടെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവർ ബാക്കിയുള്ള ടീംസുകൾ പറയുന്ന ഒരു വാക്കാണ്. ഏതെന്ന് വെച്ചാൽ കൂടുതൽ മുസ്ലിം വോട്ടുകൾ ഇപ്രാവശ്യം കോൺഗ്രസ്സിന് വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ജയിക്കുമായിരിക്കാം, പക്ഷേ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മുസ്ലിമുകളുടെ വോട്ടും കൂടെ വരുമ്പോഴാണ്. ഇപ്പം മുസ്ലിം പാർട്ടീസ് ഉണ്ടല്ലോ, അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ കോൺഗ്രസ്സിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വോട്ടുകൾക്ക് ജയിച്ചിട്ടുണ്ട്. കാരണം പിന്നെ എനിക്ക് വേറൊരു ഡൗട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്തായാലും ഇവിടുത്തെ അല്ല, കേരളത്തിലല്ല. അപ്പോൾ ഇവരെന്തിനാണ് ഈ വയനാട്, ഇവിടെ കേരളം ചൂസ് ചെയ്ത് വയനാട് ഒന്ന് മത്സരിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്ന്. രണ്ടാമത്തേത്, ഇവിടെയുള്ള ആളുകൾ, ഇപ്പോൾ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, കാലങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് ഒരു ചാൻസായി ഇത് കൊടുത്ത് അവരിനെ വല്ലതും MP ആക്കാമായിരുന്നോ എന്ന് തോന്നി. കാരണം അവർ ഈ ചെറിയ അണികൾ കുറേ കഷ്ടപ്പെടുന്നു, പക്ഷെ അവർക്ക് മേലെ ഒന്നും എത്താനും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് ഈ ചാൻസുകളൊക്കെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ വരുന്ന എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കും ഈ ചാൻസുകൾ കൊടുത്ത് നോക്കണം. എന്നാൽ മാത്രമേ അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ വേറെ ഒരു സ്ഥലത്തൊന്ന് ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ ഓൾറെഡി ഇവർക്ക് എന്താ വെച്ചാൽ ഫാമിലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതാണ്. അപ്പോൾ താഴ്ന്ന് വരുന്നവരെയും ഇതിലൊന്ന് പരിഗണിക്കണം. കാരണം ആ പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരിനെ ഒന്ന്, ഈ അറിയുന്നവരല്ലാണ്ട് അറിയാത്തവരെ, ഒരു ചെറുപ്പക്കാരെയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഷാഫി പറമ്പിൽ പോലുള്ള ആൾക്കാരെയാണെങ്കിലും, ഇതുപോലെ ഷാഫി പറമ്പിൽ ഇതേ ഒരു വൈബിലുള്ള ഒരു ആൾക്കാരുണ്ടാവും. ഇപ്പോൾ പാലക്കാട് രാഹുലാണെങ്കിലും. അപ്പോൾ ഈ താഴ്ന്നു വരുന്ന പുതിയ ആൾക്കാരെ ഒന്ന് വെച്ച്, കാരണം പ്രിയങ്ക ഗാന്ധി പുതിയതാണ്, പക്ഷെ ഞാൻ പറഞ്ഞത് ഇവൻ്റെ ഫാമിലി ഓൾറെഡി ഇതിലുള്ളവരാണല്ലോ. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ വരുമ്പോഴായിരിക്കും അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി മാറ്റാൻ പറ്റുന്നതെന്ന് അവർക്ക് ആ കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് പരിഗണിച്ച് ചെയ്യണം.